ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2021 വർഷത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും അതുപോലെ തന്നെ നല്ലൊരു റിട്ടേൺ തരാൻ കേപ്പബിലിറ്റിയുമുള്ള 3 മ്യൂച്വൽ ഫണ്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 3 മ്യൂച്വൽ ഫണ്ടുകളിൽ 2 എണ്ണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡും ഒരെണ്ണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലസ് ഇൻ്റർനാഷണൽ എക്സ്പോസറും ഉള്ളതാണ്. ഈ ഇൻ്റർനാഷണൽ എക്സ്പോസറുള്ള ഈ മൂന്നാമത്തെ മ്യൂച്വൽ ഫണ്ട് USA പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് എന്നീ സ്റ്റോക്കുകളിലെല്ലാം എക്സ്പോസർ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ആദ്യമായി മ്യൂച്വൽ ഫണ്ട് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും അനുയോജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മാർക്കറ്റിൽ ലെസ് എക്സ്പോഷർ അല്ലെങ്കിൽ മാർക്കറ്റിൽ അത്രയധികം ആക്റ്റീവ് അല്ലാത്തതും അതുപോലെ തന്നെ ലോ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ളവർക്കുമാണ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും അനുയോജ്യം. അല്ലാതെ മാർക്കറ്റിലെ ഒരു ആക്റ്റീവ് ഇൻവെസ്റ്ററിന് ഒരിക്കലും പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന പർപ്പസോടുകൂടി ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന പർപ്പസോടുകൂടി നമ്മൾ ഒരു ഫണ്ടിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ കണ്ടുവരുന്ന മറ്റൊരു തെറ്റായ പ്രവണതയുണ്ട്. അതായത് ലൈഫിലെ ഓരോ ഗോളിനും വേണ്ടി ഓരോ മ്യൂച്വൽ ഫണ്ട് എടുക്കുക എന്നുള്ളത്. ഉദാഹരണം, ഫോർ ദ പർപ്പസ് ഓഫ് മാരേജ്, അതുപോലെ തന്നെ ഫോറിൻ ട്രിപ്പ്, വെഹിക്കിൾ, ഇങ്ങനെയുള്ള ഓരോ ലൈഫിലെ പർപ്പസിനും വേണ്ടി ഓരോ മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജിയും എൻ്റെ അഭിപ്രായത്തിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഓവർ ഡൈവേഴ്സിഫിക്കേഷനാണ് കാരണമാകുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു മ്യൂച്വൽ ഫണ്ട് ഏകദേശം 50ഓളം സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം സ്റ്റോക്കിൽ തന്നെ ഓവർലാപ്പ് ആയിട്ടുള്ള ഒരു ഓവർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നടക്കുന്നത്. അതായത് നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ നമ്മൾക്ക് കിട്ടുകയില്ല. പകരം നമ്മളുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. ആ മ്യൂച്വൽ ഫണ്ടിൽ കൂടുതൽ ടൈമിലേക്കും അതുപോലെ തന്നെ കൂടുതൽ കാലത്തേക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ, അതായത് നമ്മൾക്ക് പറയാം കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്മൾക്ക് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടിനെ എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നോക്കാം. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ പല രീതിയിലുള്ളതുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പകരം ഓവറോൾ നോക്കുകയാണെങ്കിൽ, അതായത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്, റെഗുലർ മ്യൂച്വൽ ഫണ്ട്, ഗ്രോത്ത് ഓറിയൻറ്റഡ്, ഡിവിഡൻഡ് ഓറിയൻറ്റഡ്, അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ, കൂടാതെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സൈസ്, ഇങ്ങനെയുള്ള ഈ 5 കാറ്റഗറൈസേഷൻ വഴിയാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടുകളെ ഫിൽട്ടർ ചെയ്യാറുള്ളത്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം റെഗുലർ ഫണ്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ റെഗുലർ ഫണ്ടിൽ ഒരു ബ്രോക്കേജിങ് ഏജൻസിക്ക് നമ്മളുടെ വക കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമ്മൾക്ക് AMCയിൽ നിന്നും നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആ കമ്മീഷൻ ഒഴിവാക്കാം. രണ്ടാമത്തേത് ഗ്രോത്ത് ആൻഡ് ഡിവിഡൻഡ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രോത്ത് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഡിവിഡൻഡ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നമ്മൾക്ക് മണി റിട്ടേൺ തരുന്നുണ്ടെങ്കിലും ഗ്രോത്ത് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ ആ മണി റിട്ടേൺ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ടിങ് ബേസ്ഡ് പ്രിൻസിപ്പിൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ലോങ് ടൈം പെർഫോമൻസിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ തരിക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ് എക്സ്പെൻസ് റേഷ്യോ. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതായത് എക്സ്പെൻസ് റേഷ്യോ 1% കൂടുതലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ മ്യൂച്വൽ ഫണ്ടുകളുടെയും പെർഫോമൻസ് നിയർ ബൈ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് നമ്മൾക്ക് നല്ല റിട്ടേൺ തരും. അതുപോലെ തന്നെ ഓവർ സൈസ് അല്ലെങ്കിൽ ലാർജ് ഫണ്ട് സൈസുള്ള മ്യൂച്വൽ ഫണ്ടുകളെയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതായത് സ്മോൾ ഫണ്ട് സൈസുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കാണെങ്കിൽ 35% അതിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടിൻ്റെ മാനേജർക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ലാർജ് ഫണ്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് അത്രയും വലിയൊരു ക്യാഷ് ഹോൾഡിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ആ എമൗണ്ടിനെ, അതായത് 35%നെയും വീണ്ടും മാർക്കറ്റിലെ കറണ്ട് റേറ്റ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് സ്മാൾ സൈസ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ഈ ക്രൈറ്റീരിയയെല്ലാം ബേസ് ചെയ്ത് ഞാൻ ഫിൽട്ടർ ചെയ്ത 3 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്.
ലാർജ് ക്യാപ് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടാണ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട്. ഈ ഫണ്ട് ആക്സിസ് ഇക്വിറ്റി ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട് എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഈ ഫണ്ടിൻ്റെ ലോങ് ടൈം റാങ്കിങ് നോക്കുകയാണെങ്കിൽ നമ്പർ 1 റാങ്കിങ്ങിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടാണ്. റിട്ടേൺ നോക്കുകയാണെങ്കിൽ 5 ഇയറിലെ ആവറേജ് റിട്ടേൺ ആയിട്ട് പറയുന്നത് 12.63%. ഇനി ഈ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഫാക്ടർ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സെക്ടർ അലോക്കേഷൻ തന്നെയാണ്. അതായത് ഫിനാൻഷ്യൽ സെക്ടറിൽ 41.7% അലോക്കേഷൻ, ടെക്നോളജിയിൽ 16.5% അലോക്കേഷൻ, FMCGയിലും ഹെൽത്ത് കെയറിലും 7% അലോക്കേഷനാണ് ഈ മ്യൂച്വൽ ഫണ്ട് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റോക്ക് ബേസ്ഡുള്ള വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിന് 10% വെയിറ്റേജ്, ബജാജ് ഫിനാൻസിന് 10% വെയിറ്റേജ്, ഇൻഫോസിസിന് 8% വെയിറ്റേജ്, കൊട്ടക് മഹീന്ദ്ര ബാങ്കിന് 7% വെയിറ്റേജ്, TCSനും റിലയൻസിനും നിയർലി 6% വെയിറ്റേജ്. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികൾക്ക് ഈ സ്റ്റോക്ക് കൊടുത്തിരിക്കുന്ന വെയിറ്റേജ്. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് ആണെന്ന് പറയാം. അതായത് ഈ കമ്പനികളെല്ലാം ലാർജ് ക്യാപ് കമ്പനികളാണ്. വരും വർഷങ്ങളിലും ഇത് നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികളാണ്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ തന്നെയാണ്. അതായത് കൺസിഡറബിളി വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ആണ് ഈ മ്യൂച്വൽ ഫണ്ടിനുള്ളത്. 0.52%. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. എക്സിറ്റ് ലോഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1% ആണ് എക്സിറ്റ് ലോഡ്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് എടുത്തതിന് ശേഷം 1 ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമ്മൾ റിഡീം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. അതായത് 1% എക്സിറ്റ് ലോഡ്. കൂടാതെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 വർഷമായി ഈ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലുണ്ട്. അതായത് നല്ല ഒരു ഹിസ്റ്ററി ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ അതായത് ക്വാളിറ്റി റീസണബിൾ സ്റ്റോക്ക് സെലക്ഷനാണ് ഈ മ്യൂച്വൽ ഫണ്ടിലുള്ളത്. അതുപോലെ തന്നെ ലോ റിസ്ക് പൊസിഷനിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി. കൂടാതെ ഈ മ്യൂച്വൽ ഫണ്ട് അതായത് മാർക്കറ്റ് റിട്ടേണിനെ ബീറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ 7 വർഷമായിട്ട് നടത്തി വന്നത്. ഇത് മൂന്നും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഈ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ കാണുന്ന ഒരല്പം നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് തന്നെയാണ്. അതായത് 20,480 കോടിയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം വളരെ സേഫും അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവും ആയിട്ടുള്ള റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപകർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് ഗ്രാജ്വലി കൂടിയിട്ടുണ്ട്. ഈ ഫണ്ട് സൈസിലുള്ള നെഗറ്റീവ് പോയിന്റ് ഒഴിക്കുകയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിന് ഏറ്റവും സേഫും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഫണ്ട് സൈസിൻ്റെ പ്രോബ്ലം ഒഴിവാക്കി നോക്കിയാൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന രണ്ടാമത്തെ ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് കാനറ റബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിനെയാണ്. അതായത് ഈ ബ്ലൂ ചിപ്പ് ഫണ്ടും മുമ്പ് ലാർജ് ക്യാപ്പ് അതുപോലെ തന്നെ ഡയറക്റ്റ് ഗ്രോത്ത് കാറ്റഗറിയിൽ വരുന്ന ഫണ്ട് തന്നെയാണ്. ഇതിൻ്റെ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ 33% ഫിനാൻസിലും ടെക്നോളജിയിൽ 14%, എനർജിയിൽ 9%, FMCGയിൽ 7%മാണ് അലോക്കേഷൻ. കൂടാതെ ലാർജ് ക്യാപ് കമ്പനികളിൽ ഈ കമ്പനി അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് 84% ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. മിഡ് ക്യാപ്പിൽ നിയർലി 10% ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. ഇനി വിവിധ സ്റ്റോക്കുകൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിൽ 9.35%, ഇൻഫോസിസിൽ 7.53%, ICICI ബാങ്കിൽ 7.2%, റിലയൻസിൽ 7%, HDFCയിൽ 4%, TCSൽ 4%, ബജാജ് ഫിനാൻസിൽ 3.7%. ഇങ്ങനെയുള്ള ഒരു അലോക്കേഷനാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടിൽ കാണാൻ സാധിച്ച അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള കൂടാതെ വരും വർഷങ്ങളിൽ നന്നായി പെർഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഫണ്ട് അലോക്കേഷനും അതുപോലെ തന്നെ സെക്ടർ അലോക്കേഷനുമാണ് നമ്മൾക്ക് കാനറ ഇക്വിറ്റിയിലും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കാനറ ഇക്വിറ്റിയുടെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ അല്പം കൂടുതലാണ്. അതായത് ആക്സിസ് ബ്ലൂ ചിപ്പ് 0.52 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.82 ആണ്. പക്ഷേ AUM അതായത് ഫണ്ട് സൈസ് നോക്കുകയാണെങ്കിൽ 1122 ആണ്. അതായത് ഫണ്ട് മാനേജേഴ്സിന് ഈ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കൂടാതെ ആവറേജ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആക്സിസിൻ്റേത് 12.62 ആയിരുന്നു, കാനറയുടേത് 12.63%. അതായത് ലോങ് ഇയറിൽ ഈ ബ്ലൂ ചിപ്പ് ഫണ്ടും ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് തരുന്ന അതേ രീതിയിലുള്ള ഒരു റിട്ടേൺ തന്നെയാണ് തന്നത്. കൂടാതെ കമ്പനിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്കും 7 വർഷത്തോളം പ്രായമുണ്ട്. അതായത് ഇനി നമ്മൾക്ക് മൂന്നാമത്തെ മ്യൂച്വൽ ഫണ്ടിലേക്ക് കടക്കാം. ലോങ് ടൈമിൽ നല്ലൊരു റിട്ടേൺ കിട്ടണം,
അതുപോലെ തന്നെ നമ്മൾ മിഡ് ടൈമിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ മിഡ് ടൈമിലും നല്ലൊരു റിട്ടേൺ കിട്ടണം. ഇൻ കേസ് ഷോർട്ട് ടൈമിൽ റിഡീം ചെയ്യുകയാണെങ്കിലും ഷോർട്ട് ടൈമിലും നല്ലൊരു റിട്ടേൺ കിട്ടണം. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ കൂടിയും നല്ലൊരു റിട്ടേൺ കിട്ടണം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഡിമാൻഡ് ഉള്ളവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പരീഖ് ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട്. ഇതാണ് നമ്മളുടെ കാറ്റഗറിയിൽപ്പെട്ട ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട്. ഈ ഇക്വിറ്റി ഫണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് വഴി നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നിക്ഷേപിക്കാൻ കഴിയും. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ തന്നെ വെൽ നോൺ ആയിട്ടുള്ള സ്റ്റോക്കുകളായിട്ടുള്ള ഫേസ്ബുക്ക്, ഗൂഗിൾ ഇതുപോലുള്ള US ബേസ്ഡ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലും ഒക്കെ പ്രസൻസ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പരീഖ് ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട്. ഇനി ഇത്രയും വലിയ ഒരു കവറേജ് ഉള്ള ഫണ്ട് ആയതുകൊണ്ട് കൂടി ഇതൊരു ലാർജ് ക്യാപ് ഫണ്ടല്ല, പകരം ഇതൊരു മൾട്ടി ക്യാപ് ഫണ്ടാണ്. മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിനെ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടായിട്ടാണ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, അതായത് ഗ്രോവിംഗ് സെക്ടറിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ മൾട്ടി ക്യാപ് ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്കുണ്ട്. അതായത് നമ്മൾ ആൾറെഡി കണ്ടതാണ് ലോങ് ടൈം മ്യൂച്വൽ ഫണ്ടുകൾ അവർക്ക് അവരുടേതായ ഫിക്സഡ് സെക്ടർ അലോക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ കണ്ടതാണ് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള അതുപോലെ തന്നെ IT സെക്ടർ, ഫിനാൻസ് സെക്ടർ തുടങ്ങിയ സെക്ടറുകളിലാണ് ഈ കമ്പനികൾ നിക്ഷേപിക്കുന്നത്. പക്ഷേ ഈ ഒരു ട്രെൻഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ കൂടി, അതായത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഗ്രോത്ത് കാണിക്കുന്ന മറ്റ് സെക്ടറുകൾ കൂടി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് സെക്ടറുകളിൽ കൂടി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉൾപ്പെടണം എന്ന് നിർബന്ധമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സെഗ്മെൻ്റാണ് ഫ്ലെക്സി ക്യാപ് സെഗ്മെൻറ്റ്. ഫ്ലെക്സി ക്യാപ് സെഗ്മെൻറ്റിലെ ഒരു മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പരീഖ് ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട്. ഇനി ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ മറ്റ് രണ്ട് ഫണ്ടുകളുടെ എക്സ്പെൻസ് റേഷ്യോയേക്കാളും കൂടുതലാണ്. അതായത് 1% ആണ് എക്സ്പെൻസ് റേഷ്യോ. എക്സിറ്റ് ലോഡ് നോക്കുകയാണെങ്കിൽ അതും മറ്റ് രണ്ട് ഫണ്ടുകളെക്കാളും കൂടുതലാണ്. അതായത് 2% എക്സിറ്റ് ലോഡ്. കൂടാതെ ഫണ്ട് സൈസ് നോക്കുകയാണെങ്കിൽ 5757 കോടിയാണ്. അതായത് നമ്മൾ ആക്സിസിനേക്കാൾ കുറവും അതുപോലെ തന്നെ കാനറയേക്കാൾ കൂടുതലുമാണ്. ഇനി കമ്പനിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതും ഏകദേശം 7 വർഷത്തോളം പ്രായമുള്ള കമ്പനിയാണ്. ഇനി ഈ കമ്പനിയുടെ പ്രത്യേകത നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഉള്ള എക്സ്പോസർ ഉണ്ട്. ഇനി സെക്ടർ വൈസ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജിയിൽ ഈ കമ്പനി 31% സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യലിൽ 27% എക്സ്പോസർ, ഓട്ടോമൊബൈൽ 12% എക്സ്പോസർ, FMCGയിൽ 10% എക്സ്പോസർ എന്നിങ്ങനെയാണ് ഈ കമ്പനിയുടെ പ്രസൻറ്റ് അലോക്കേഷൻ. ഇനി ഏതെങ്കിലും ഒരു സെക്ടർ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ആയതുകൊണ്ട് അവർക്ക് ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ 54%, മിഡ് ക്യാപ്പിൽ 28%, സ്മാൾ ക്യാപ്പിൽ 10% എക്സ്പോസറാണ് ഉള്ളത്. അതായത് മിഡ് ക്യാപ്പിലും സ്മാൾ ക്യാപ്പിലും പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ കമ്പനിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോക്കുകളിലും, അതായത് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളും റിസ്കി സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിലും റിസ്ക് അല്പം കൂടുതലാണ്. ഇനി ഈ കമ്പനി അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വെയിറ്റേജ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആൽഫബറ്റ്, അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിളിൻ്റെ പേരൻറ്റ് കമ്പനിയായിട്ടുള്ള ആൽഫബറ്റിൽ 8.54% എക്സ്പോസറാണുള്ളത്. ITCയിൽ 7.98%, ആമസോൺ അതായത് US മാർക്കറ്റിൽ 6.28%, പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ 6.13%, മൈക്രോസോഫ്റ്റിൽ 5.58%, IEയിൽ 5.15%, ഹീറോ മോട്ടോർ കോപ്പിൽ 5% എന്നിങ്ങനെയാണ് ഇതിൻ്റെ അലോക്കേഷൻ ബ്രേക്കപ്പ് നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ ഒരു യൂണിവേഴ്സൽ ഫണ്ടിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഒത്തിണങ്ങിയ ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇനി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇത് 12% 5 ഇയറിലെ പെർഫോമൻസ് എന്നത്. മിഡ് ടൈമിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ഇയറിലും 1 ഇയറിലും ഒക്കെ ഇത് ഏകദേശം 20% മുതൽ 25% വരെ റിട്ടേൺ കേപ്പബിലിറ്റി അല്ലെങ്കിൽ റിട്ടേൺ തരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്.